ഡിസ്പ്ലേ പൊട്ടിയ ഫോൺ എത്ര നാളിങ്ങനെ കൈക്കൊണ്ട് നടക്കും? ഒന്ന് നന്നാക്കിക്കൂടെ? ഈ ചോദ്യം സ്ഥിരമായി കേൾക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ നേരെ വിട്ടോളൂ റോയൽ കൊച്ചിൻ മൊബൈൽസിലേക്ക്. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സർവീസസ്, അൺലോക്കിംഗ് സർവീസസ്, ചിപ്പ് ലെവൽ സർവീസസ്, അതുപോലെ തന്നെ വാട്ടർ ഡാമേജ്, ഗ്ലാസ് റിപ്ലേസ്മെൻറ്റ്, ഇങ്ങനെ എല്ലാവിധ സർവീസസും സാധാരണ ഫോൺ മുതൽ ഐഫോൺ വരെ നിങ്ങൾക്ക് 30 ദിവസത്തെ സർവീസ് വാറണ്ടിയോടെ ശരിയാക്കിയെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിലൊരു കേടായ ഫോണുണ്ട്, അത് എക്സ്ചേഞ്ച് ചെയ്യണമെന്നാണെങ്കിലും കം ടു റോയൽ കൊച്ചിൻ മൊബൈൽസ്. സോ നോ മോർ ബ്രേക്സ്, ഓൺലി റോയൽ കൊച്ചിൻ മൊബൈൽസ്. കോതമംഗലത്ത് UDF തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ റാലിയും യോഗവും നടത്തി. കോതമംഗലത്ത് UDF തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് റാലിയും പൊതുസമ്മേളനവും നടത്തി. ACC ജനറൽ സെക്രട്ടറി അബു മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. INTC റീജിയണൽ പ്രസിഡന്റ് KC മാത്യൂസ് അധ്യക്ഷനായി. ഷമീർ പനക്കൽ, ബാബു എലിയാസ്, ഇബ്രാഹിം കവലയിൽ, MS എൽദോസ്, ഭാനുമതി രാജു, ചന്ദ്രലേഖ ശശിധരൻ, CD മുഹമ്മദ്, അനസ് മൂവാറ്റുവായ, MP സുഗതൻ, ബിനോയ് C പുല്ലൻ, ബേസിൽ തന്നിക്കോട്ട്, ശശി കുഞ്ഞുമോൻ, KE കാസിം, ജമാൽ കുമ്പശ്ശേരി, KV ആന്റണി, മുഹമ്മദ് ഇക്ബാൽ, ശ്രീരാജ്, യദു ജയൻ, PM കരീം, ജോളി ജോർജ്, അലി പടിഞ്ഞാറച്ചാലി, MV റജി, ബഷീർ ചിറങ്ങര, വിൽസൺ പിന്നിമന, എബീൻ അമ്പച്ചങ്കുടി, ജിജോ ജോർജ്, വിൽസൺ കെ ജോൺ, അനിൽ രാമൻ, ജോസ് കൈതമന, സുരേഷ് ആരപ്പാട്ട്, MS പ്രഹ്ലാദൻ, യൂസഫ് നെല്ലിക്കുയി, ഗുണവതി ശിവദാസൻ, ബിജു ചെറിയാൻ, MS നിബു, KS സലീം, കാസിം തങ്കളം, തമ്പി ലിറ്റിൽ, ഇല്യാസ് ഇരുമലപ്പടി എന്നിവർ പ്രസംഗിച്ചു. തൊഴിലാളിക്ക് മാന്യമായ അവകാശങ്ങൾ ഈ രാജ്യത്ത് വകവച്ച് ഭരണഘടന കൊടുത്തിട്ടുണ്ട്, പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമങ്ങളെല്ലാം ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടാതിരിക്കുന്നതിന് വേണ്ടി ഏകപക്ഷീയമായി ഈ തരത്തിൽ തൊഴിലാളി യൂണിയനുമായി ആലോചിക്കാതെ BJP സർക്കാർ ലേബർ കോഡ് കൊണ്ടുവന്നത് തൊഴിലാളികളുടെ മാന്യമായ അവകാശങ്ങൾ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് അവരുടെ ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇതിനെതിരെ രാജ്യവ്യാപകമായ തൊഴിലാളികൾ സമരത്തിലാണ്. പക്ഷേ പാർലമെൻറ്റിലെ ഭൂരിപക്ഷവും നരേന്ദ്രമോദിയുടെ ദാസ്യവും അത് വെച്ച് അവർ മുന്നോട്ട് ആ നിയമവുമായി മുന്നോട്ട് പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.